ഇപ്പോഴത്തെ പവർ ടീം പൊട്ടന്മാരുടെ ഒരു കൂടാരമാണ് എന്നുള്ളത് അവര് തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഫോർ ദ ലാസ്റ്റ് ടൈം. ജയിൽ നോമിനേഷന് ഒരാളെ തെരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു 5 പേരോടും. എന്നിട്ട് എല്ലാരും കൂടി പവർ റൂമിലേക്ക് കയറിയിട്ട് എല്ലാരും നല്ലതായിരുന്നു ഈ ആഴ്ച, ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല എന്ന്. ജയിലിലേക്ക് പോകത്തക്കതായി ഒരു തെറ്റും ആരും ഈ ആഴ്ച ചെയ്തിട്ടില്ല എന്ന്. എന്തൊരു മണ്ടന്മാരാണെന്ന് ഓർക്കണം എന്റെ പൊന്നോ. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു പവർ ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ബിഗ് ബോസിനോട് ഇത് പറഞ്ഞപ്പോ ബിഗ് ബോസ് പറയുകയാണ്, അതെന്താ നിങ്ങൾ ഈ വീടിന്റെ ഭാഗമല്ലേ, നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ല എന്ന്. എന്തൊരു കഴിവില്ലാത്ത പവർ ടീമാണ് എന്ന് ഓർക്കണം. ഈ നിമിഷം മുതൽ ജിൻഡോയ്ക്കും ടീമിനും ചാർജ് എടുക്കാൻ ഉള്ളൊരു അവസരം അങ്ങ് കൊടുക്കാമായിരുന്നു ബിഗ് ബോസിന്, അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് വീണ്ടും ബിഗ് ബോസ് അവരെ പവർ റൂമിലേക്ക് വിടുന്നുണ്ട് ഡിസ്കസ് ചെയ്യാൻ. ഒരാളെ തിരഞ്ഞെടുക്കണം, നിർബന്ധമായി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജാസ്മിന്റെ മാനിപ്പുലേഷൻ വെച്ചിട്ട് ഋഷിനെയും ശ്രീതുവിനെയും പറഞ്ഞു നോക്കി. പക്ഷെ അതിന് വലിയ പിന്തുണയൊന്നും ഉണ്ടായില്ല പവർ ടീമിൽ തന്നെ. അങ്ങനെ അവസാനം അവരൊരു പേര് പറഞ്ഞു, മറ്റേ നറുക്കിട്ട് ഒരു പേരെടുത്തു. എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം. ആ പേരാണ് അർജുൻ. വളരെ നല്ല തീരുമാനം. ഇനാക്റ്റീവ് ആയിരുന്നു അർജുൻ ഈ ഒരാഴ്ച മൊത്തം. ജയിലിലേക്ക് പോകാൻ വളരെയധികം ഡിസേർവിംഗ് ആണ്. ഇത് കഴിഞ്ഞ് വേറുള്ളവരുടെ നോമിനേഷൻസ് ആയിരുന്നു. അപ്സര പറഞ്ഞ ഒരു പേര് ഋഷിയുടെയാണ്. റോക്കി പറഞ്ഞത് നിലവിലെ ക്യാപ്റ്റൻ അപ്സരേനെയാണ്. ഋഷി പറഞ്ഞത് നിഷാനയുടെ പേരാണ്. അൻസിബ പറഞ്ഞതും നിഷാനയുടെ പേരാണ്. സിജോ പറഞ്ഞത് റസ്മിൻ. അർജുൻ പറഞ്ഞത് നിഷാന. ശരണ്യ പറഞ്ഞത് റസ്മിൻ. ശ്രീതു പറഞ്ഞത് നോറ പറഞ്ഞത് ശ്രീതു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇവരുടെ പേര് പറഞ്ഞു. സുരേഷ് പറഞ്ഞത് നിഷാനയുടെ പേരാണ്. റഷ്മിൻ പറഞ്ഞത് ഋഷി. ഇത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡോ ചായനാണ് വന്നത്. എനിക്ക് ആരെയും പറയാനില്ല ബിഗ് ബോസ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പം ബിഗ് ബോസ്, നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ് ജിൻഡോ, ഒരാളുടെ പേര് നിർബന്ധമായും പറയണം. എന്നിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജിൻഡോ ഋഷിയുടെ പേര് പറഞ്ഞിട്ട് പോയി. നിഷാന പറഞ്ഞത് റഷ്മിന്റെ പേരാണ്. അപ്പോ ജയിലിലേക്ക് പോകാൻ പോകുന്നത് അർജുൻ, നിഷാന എന്നിവരാണ്. ജയിൽ എങ്ങനെയിരിക്കുമെന്ന് കണ്ടറിയാം. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. ഭയങ്കര ലേസി ആയിട്ടാണ് ക്യാപ്റ്റൻസി, ജയിൽ നോമിനേഷൻ ഒക്കെ ഇന്ന് നടന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഒരു ഗുമ്മേ ഇല്ലായിരുന്നു. പലർക്കും പേരുകൾ പറയാനൊന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പറയണോ എന്തിന് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഒരുമാതിരി അലസമായിട്ടാണ് എല്ലാവരും സംസാരിച്ചത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.